ഹലോ യുവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നാളത്തെ എക്സാമിൽ ഓർഗാനിക് കെമിസ്ട്രി അടിപൊളിയാക്കാൻ വേണ്ടി കിഡിലോസ്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് സാർ വന്നിട്ടുണ്ട്. പക്ഷേ ആ കിഡിലോസ്കി ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അതിൻ്റെ ലെവൽ കുറഞ്ഞ ഒരു ചോദ്യം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് പേര് തന്നിട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ കണ്ടാൽ അതിൻ്റെ പേരിടുക എന്നുള്ളത് നമ്മൾ ഇന്നലെയും മിന്നാന്നൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. പേര് തന്നാൽ നമ്മൾ എങ്ങനെ അത് വരയ്ക്കാൻ എളുപ്പവഴി എന്താ? സാർ ഇവിടെ രണ്ടെണ്ണം മക്കൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഒന്ന് ഹോംവർക്ക് തരാം. ഈ കാണുന്ന ബ്ലൂ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, റെഡി. ആദ്യത്തേത് 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ ആണ് തന്നിട്ടുള്ളത്. മക്കളെ, 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് തെറ്റാതെ ഇത് വരയ്ക്കാനായിട്ട് സാധിക്കുക? ആദ്യം ഇതിൻ്റെ മെയിൻ ചെയിൻ വരയ്ക്കുക, ഹെക്സ്. അപ്പോൾ 6 കാർബൺ, 1 2 3 4 5 6 കാർബൺ. അതിൽ സിംഗിൾ ബോണ്ടുകളാണ്. ANE എന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സിംഗിൾ ബോണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ സ്ട്രക്ചർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഘടനാവാക്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് സ്ട്രക്ചർ വരയ്ക്കുക, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് സ്ട്രക്ചർ വരയ്ക്കുക, അല്ലെങ്കിൽ ലഘൂകരിച്ച ഘടനയെ അല്ലെങ്കിൽ പൂർണ്ണമായ ഘടനയെ വരയ്ക്കുക. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് 3,3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊസിഷൻ മൂന്നാമത്തെ സ്ഥാനത്ത്. മക്കളെ, നിങ്ങളാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് മൂന്നാമത്തെ സ്ഥാനം ഏതാ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എണ്ണിയിട്ട് ഇത് 3 ആക്കാം, അതല്ലെങ്കിൽ ഇവിടുന്ന് എണ്ണിയിട്ട് ഇത് 3 ആക്കാം. അപ്പോൾ മൂന്നാമത്തെ 2 3 അർത്ഥം അതിൻ്റെ രണ്ടിലും 2 ബ്രാഞ്ച് ഉണ്ട് എന്നാണ്. മൂന്നാമത്തെ കാർബണിൽ 3,3 സെറ്റ്. ആരാ? ഡൈ ഈഥൈൽ എന്ന് പറഞ്ഞാൽ 2 കാർബണുള്ള ബ്രാഞ്ച് അല്ലേ? അപ്പം മേലെയും 2 കാർബണുള്ള ബ്രാഞ്ച് ഉണ്ട്, ഇവിടെയും 2 കാർബണുള്ള ബ്രാഞ്ച് ഉണ്ട്. ഇനി ഹൈഡ്രജൻ കൊടുത്താൽ പോരെ? ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം? ഒരു ബോണ്ട് ആയിട്ടുണ്ട്, അപ്പോൾ ബാക്കി 3 ഹൈഡ്രജൻ വേണം. ഇതിന് ചുറ്റും 2 ബോണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ വേണം. ഇതിന് ഹൈഡ്രജൻ വേണോ? ഈ കാർബൺ ഹൈഡ്രജൻ വേണ്ട, കാരണം 4 ബോണ്ട് ചുറ്റും ആയിട്ടുണ്ട്. അതിന് ഹൈഡ്രജൻ കൊള്ളൂല. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ എന്നിട്ടാൽ നമുക്ക് കാര്യം എളുപ്പമായി, സിമ്പിളായി, സെറ്റായി. ഇതേപോലെ നിങ്ങൾ ഈ രണ്ടാമത്തെ ചെയ്ത് നോക്കട്ടോ മക്കളെ. അടുത്തത് 2,3,3 ട്രൈ മീഥൈൽ പെൻറ്റേൻ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം പെൻറ്റാണ് 1 2 3 4 5 കാർബൺ. അതിൽ 2, അപ്പം രണ്ടാമത്തേൽ ഒരു വര വരയ്ക്കുക. 3,3 അപ്പം 3ൽ 2 വര വരയ്ക്കുക. ഇനി ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടി അറിയോ? ഒരാൾ ഇവിടുന്ന് നോക്കിയേ, ഇതിൽ പ്രശ്നമില്ല. ഇനി 6 കാർബൺ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു? ഇവിടുന്ന് 2 എണ്ണി, ഇവിടുന്ന് 3 എണ്ണി. അങ്ങനെ പറ്റൂല. ഏത് സൈഡിൽ നിങ്ങൾ എണ്ണുന്ന അവിടുന്ന് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പം ഇതിലൊക്കെ മീഥൈലാണ്. അപ്പോൾ ഓരോ കാർബണുള്ള ബ്രാഞ്ചുകളാണടാ. ANE ആണ് ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്, എയിൻ എന്നാണ്, അതുകൊണ്ട് സിംഗിൾ ബോണ്ടാണ്. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് വെക്കുക. CH3 ഉണ്ട്, ഇവിടെ CH മതി. ഈ കാർബൺ ഹൈഡ്രജൻ വേണ്ട. ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH2, ഇവിടെ CH3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി. മക്കളെ, സാർ നേരത്തെ പറഞ്ഞു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആ കിഡിലോസ്കി ചോദ്യം ഏതാണെന്നറിയോ? ഇതാണ് ആ കിഡിലോസ്കി ചോദ്യം. ഐസോമറിസം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയിൻ ഐസോമറിസം പഠിക്കും, നിങ്ങൾ പൊസിഷണൽ ഐസോമറിസം പഠിക്കും, നിങ്ങൾ ഫങ്ഷണൽ ഐസോമറിസം പഠിക്കും. ഐസോമർ എന്താണെന്ന് അതിൻ്റെ മുമ്പ് പഠിക്കുക നിങ്ങൾ മറന്നു പോകും. എന്താണ് ഐസോമർ എന്ന് പറഞ്ഞാൽ? സെയിം മോളിക്കുലാർ ഫോർമുല വന്നാൽ അത് ഐസോമറായി മാറി. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ചെയിൻ ഐസോമർ, പൊസിഷണൽ ഐസോമർ, ഫങ്ഷണൽ ഐസോമർ. അല്ലാണ്ട് അവർ മാത്രം ഐസോമർ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരൊന്നും അല്ലാത്ത 2 മോളിക്യൂൾ, ചെയിൻ ഐസോമറും അല്ല, പൊസിഷണൽ ഐസോമറും അല്ല, ഫങ്ഷണൽ ഐസോമറും അല്ല, എന്നാലോ മോളിക്കുലാർ ഫോർമുല സെയിം ആയി, എന്നാൽ അത് ഐസോമറുകളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചോദ്യം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാലോ മക്കളെ? നിങ്ങളോട് ആദ്യം പറയുന്നത് Hex3 വരയ്ക്കാനാണ് ആദ്യം പറയുന്നത്. സാറേ, Hex3 വരയ്ക്കാൻ നമുക്ക് ഇവിടെ പഠിച്ചില്ലേ? ആദ്യം ഹെക്സ് വരയ്ക്കുക. 1 2 3 4 5 6 കാർബൺ വരച്ചു. അതിൽ മൂന്നാമത്തെ കാർബണിൽ 1 2 മൂന്നാമത്തെ കാർബണിൽ മീൻസ് ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ട് ഇടുക, ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ 3 ഹൈഡ്രജൻ വേണം, ഇവിടെ 2 ഹൈഡ്രജൻ വേണം. ഈ കാർബൺ സൂക്ഷിക്കുക. 1 2 3 3 ഓൾറെഡി ആയി, അപ്പോൾ 1 ഹൈഡ്രജൻ മതി. അതേപോലെ തന്നെ ഇവനും ഹൈഡ്രജൻ മതി. ഇവിടെ 2 ഹൈഡ്രജൻ വേണം, ഇവിടെ 3 ഹൈഡ്രജൻ വേണം. ദിസ് ഈസ് Hex3. മക്കളെ, അടുത്ത ചോദ്യമാണ് നമ്മുടെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ഐസോമർ വിച്ച് ഈസ് ആൻ അലിസൈക്ലിക് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിൻ്റെ ഐസോമറായ അലിസൈക്ലിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം എഴുതുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? മക്കളെ, നെട്ടി നിൽക്കരുത്. നിങ്ങൾ ഐസോമർ എന്ന് കേട്ടാൽ അപ്പം മോളിക്കുലാർ ഫോർമുല എഴുതണം. ഇവൻ്റെ ഐസോമർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇയാളുടെ മോളിക്കുലാർ ഫോർമുല ഒന്ന് മക്കൾ എഴുതി നോക്കുക. എത്ര കാർബണാണ് മൊത്തം ഉള്ളത്? ഇവിടെ ഉള്ളത് 6 കാർബണാണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? കൂട്ടി നോക്കി അങ്ങ് കിട്ടും 12 ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതേ മോളിക്കുലാർ ഫോർമുലയുള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ട് വരച്ചെടുത്താൽ മതി, അപ്പോൾ ഐസോമർ ആവും.
അല്ലാണ്ട് എന്താ അലിസൈക്ലിക് കോമ്പൗണ്ട് ഐസോമറോ, ഏത് ഐസോമറാ, പൊസിഷനിലോ ഫംഗ്ഷനിലോ അങ്ങനെ ചിന്തിച്ചെന്നാൽ നടക്കൂല. നിങ്ങളോട് ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ, ഈ കോമ്പൗണ്ടിന് ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതേ മോളിക്കുലാർ ഫോർമുലുള്ള ഓല് പറഞ്ഞ കോമ്പൗണ്ട് എന്താ അലിസൈക്ലിക് ആവണമെന്ന് ഓല് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സൈക്ലിക് വരച്ചാൽ മതി. സൈക്ലിക് അപ്പോൾ 6 കാർബൺ ഉള്ള ഒരു സൈക്ലിക് വരച്ചു കൊടുക്കുക. ആദ്യം മോളിക്കുലാർ ഫോർമുല എഴുതുക, എന്നിട്ട് 6 കാർബണുള്ള സൈക്ലിക് കണ്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ സെറ്റാവും. നോക്ക് മക്കളെ, 6 കാർബണുള്ള സൈക്ലിക് നിങ്ങൾ വരയ്ക്കുക. അതായത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള മോളിക്കുലാർ ഫോർമുല C6H12 എന്നാണ്. അപ്പോൾ 6 കാർബണുള്ളവർക്ക് വേണ്ടി അലിസൈക്ലിക്. അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 1 2 3 4 5 6. ഓക്കെ, ഇനി ഒരു ട്രിക്ക് സാറ് പറഞ്ഞുതരാം. ബോണ്ടുകളൊക്കെ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ നോക്കാം. ആദ്യം നിങ്ങൾ അലിസൈക്ലിക്കിൻ്റെ ഐസോമർ ഇങ്ങനെ ഈ ഒരു രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ഫുള്ള് സിംഗിൾ ബോണ്ട് ഇട്ട് നോക്കുക. സിംഗിൾ ബോണ്ട് ഇടുമ്പോൾ നിങ്ങൾ എന്നിട്ട് നോക്കുക, ഇതിൽ ഓരോ കാർബണും 2 ബോണ്ടായിട്ടുണ്ടാവും. ഓരോ കാർബണും 2 ബോണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ കാർബണും ഇനി 2 ഹൈഡ്രജൻ വീതം വേണം. അതിനർത്ഥം 6 കാർബണിലും 2 ഹൈഡ്രജൻ വീതം. അപ്പോൾ 6 × 2 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ സെയിം മോളിക്കുലാർ ഫോർമുല കിട്ടും. ഓക്കെ, റെഡി? അപ്പോൾ അത് ആദ്യം നോക്കുക. ഇനി അഥവാ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിക്ക് പോയാൽ മതി. എന്തായാലും ഇവിടെ നമുക്ക് എന്താണ്, ഓരോന്നിനും 2 ഹൈഡ്രജൻ വീതമാണ് അല്ലേ? 2 ഹൈഡ്രജൻ വീതമാണ് ഇവിടെ ഉള്ളത്. സെറ്റല്ലേ? ഇതിൻ്റെ പേരെന്താ? സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോ. 6 കാർബൺ ഉണ്ട്, ഹെക്സ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സൈക്ലോ ഹെക്സെയിൻ. കണ്ടോ? ഇനി ഇത് നേരെ തിരിച്ചും ചോദിക്കാം. നിങ്ങളോട് പറയാണ് സൈക്ലോ ഹെക്സൈൻ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തന്നിട്ടോ, പേര് തന്നിട്ട് നിങ്ങളോട് പറയാണ് ഇതിൻ്റെ ഒരു ഐസോമർ വരയ്ക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഞെട്ടിത്തരിച്ച് നിൽക്കരുത്. ഇതിൻ്റെ ഐസോമർ വരയ്ക്കാൻ പറഞ്ഞാൽ ഹെക്സീൻ വരച്ചു കൊടുക്കുക. ഹെക്സ് 2E ഹെക്സ് 3E നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. അപ്പം കണക്ഷൻ വെക്കുക. ഒരു സൈക്ലിക് കോമ്പൗണ്ട് സിംഗിൾ ബോണ്ടുള്ള സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഐസോമറായിട്ട് വരുന്ന ചെയിൻ എന്തായിരിക്കും? ഡബിൾ ബോണ്ടുള്ള ചെയിൻ ആയിരിക്കും. ഒന്നുകൂടി സാറ് പറയാം. സൈക്ലിക് കോമ്പൗണ്ട് സിംഗിൾ ബോണ്ട് ഉള്ളതാണെങ്കിൽ അതിൻ്റെ അതേ മോളിക്കുലാർ ഫോർമുല വരുന്ന ചെയിൻ എന്തായിരിക്കും? ഡബിൾ ബോണ്ട് ഉള്ളതായിരിക്കും. അപ്പം തന്നെ കത്തിച്ചോ. സൈക്ലിക് കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അതേ മോളിക്കുലാർ ഫോർമുല വരുന്ന ചെയിൻ ആയിട്ടുള്ള ഐസോമർ ആരായിരിക്കും? ഒരു ട്രിപ്പിൾ ബോണ്ട് ഉള്ളതായിരിക്കും. അപ്പം നമ്മളുടെ തിയറി ഇത്രയേ ഉള്ളൂ. സൈക്ലിക് കോമ്പൗണ്ട് ആൽക്കൈൻ ആണെങ്കിൽ അതിൻ്റെ ഐസോമർ ആയിട്ടുള്ള ചെയിന് ആൽക്കീൻ, അതിൻ്റെ തൊട്ട് മേലുള്ള സാധനമായിരിക്കും, ആൽക്കീനായിരിക്കും. സൈക്ലിക് കോമ്പൗണ്ട് ആൽക്കീൻ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മേലുള്ള ആൽക്കൈൻ ആയിരിക്കും, ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കൈൻ ആയിരിക്കും അതിൻ്റെ ചെയിനായിട്ട് വരുന്നത് എന്ന് മക്കൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത് എഴുതും, അത് ഉറപ്പാണ്, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ മക്കളെ ഈ ഒരു ചോദ്യം ഇതിനു മുമ്പേ എനിക്കറിയാം സാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിനോടൊപ്പം ഒരു റെഡ് ഹാർട്ടും, അതല്ല ഇത് ഇപ്പം ക്ലിയർ ആയി സാർ, അങ്ങനെയാണെങ്കിൽ കമൻറ്റിനോടൊപ്പം ഒരു ബ്ലൂ ഹാർട്ടും നിങ്ങൾ ഇടേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് സാറ് കടക്കാണ്. എന്തായിരുന്നു നോക്കിക്കേ, അരോമാറ്റിക് സംയുക്തമായ ബെൻസീനിൻ്റെ ഘടനാവാക്യവും തന്മാത്രാവാക്യവും എഴുതാൻ. റൈറ്റ് ദ സ്ട്രക്ചറൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട് ബെൻസീൻ. വരയ്ക്കാം, നിങ്ങൾക്ക് പറ്റുമല്ലോ. ബെൻസീനെ വരയ്ക്കാൻ പറ്റാത്തവരായിട്ട് ആരുണ്ടാവുമെന്ന് സാറിന് തോന്നുന്നില്ല. ആരാണ് ബെൻസീനെ വരയ്ക്കാൻ അറിയാത്തവർ? ആരാണ് ബെൻസീൻ വരയ്ക്കാൻ ആഗ്രഹിക്കാത്തത്? ബെൻസീൻ എന്ന് പറയുന്നത് എന്താ? ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. എങ്ങനെയാണ്? നമ്മൾ സൈക്ലോ ഹെക്സൈൻ വരയ്ക്കുന്ന പോലെയാണ് വരയ്ക്കുക, പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് അല്ലേ മക്കളെ? ഓക്കെ, എല്ലാ ബോണ്ടും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ചെയ്തിട്ട് ഇപ്പം സൈക്ലോ ഹെക്സൈനിലേക്കുള്ള സ്ട്രക്ചറായി. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് ഡബിൾ ബോണ്ട് ഇടുക, അത് എവിടെ ഇടുക കേട്ടോ, അത് ഇനി അതിന് കൺഫ്യൂഷൻ വേണ്ട. പക്ഷേ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് ഡബിൾ ബോണ്ട് ഇല്ലാത്ത കോലത്തിൽ ഡബിൾ ബോണ്ട് ഇടുക. തൊട്ടടുത്തടുത്ത് വരരുത്. ഇവിടെ ഇട്ടു അപ്പോൾ ഇവിടെ ഇടരുത്, ഇവിടെ ഇട്ടു അപ്പോൾ ഇവിടെ ഇടരുത്, ഇവിടെ ഇട്ടു അപ്പോൾ ഇവിടെ ഇടരുത്. എന്നിട്ട് നോക്കുക, ഓരോ കാർബണും 3 ബോണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഓരോ കാർബണും ഓരോ ഹൈഡ്രജൻ വീതം കൊടുക്കുക 4ാമത്തെ ബോണ്ടിലേക്കായിട്ട്. ഇതായിരിക്കും എന്തിൻ്റെ സ്ട്രക്ചർ വരിക? ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല പഠിക്കാതെ എക്സാമിന് പോകണ്ട. 6 കാർബണും 6 ഹൈഡ്രജനും ഞാൻ പറഞ്ഞു തന്നിരുന്നു. CnHn എന്ന ഫോർമാറ്റിലാണ് ബെൻസീൻ വരിക. ഓക്കെ, റെഡി? അപ്പോൾ മക്കളെ നോക്കിക്കേ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നെയിമിങ് ചറപറ ചെയ്യാം. നമ്മൾ അടിപൊളിയായിട്ട് ഇന്നലെ പഠിച്ചതാണ്. അപ്പോൾ ചറപറ നെയിമിങ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. എങ്ങനെ ചോദ്യം വന്നാലും നാളെ നിങ്ങൾക്ക് കിട്ടണം. നോക്കടാ, ഇതാ ഒന്നാമത്തേൻ്റെത് നോക്കിക്കേ മക്കളെ. 4 കാർബൺ ഉണ്ട്, അപ്പോൾ ബ്യൂട്ടെയിൻ ആണ്. അതിലെ 2ാമത്തെ കാർബണിൽ 2 ബ്രോമിൻ, അപ്പോൾ 2,2 ഡൈബ്രോമോ. ഓക്കെ, 4 കാർബൺ ഉണ്ടായതുകൊണ്ട് ബ്യൂട്ട്, സിംഗിൾ ബോണ്ടുകളായതുകൊണ്ട് ANE 2,2 ഡൈബ്രോമോ ബ്യൂട്ടെയിൻ. കിട്ടിയില്ലേ? അടുത്തത് നോക്കടാ. അടുത്ത മെയിൻ ചെയിൻ 1 2 3 4
4 1 2 3 വേണ്ട. അപ്പോൾ ഇതിൽ 4 ഇവിടുത്തെ മെയിൻ ചെയിൻ കിട്ടി. അവിടുത്തെ ബ്രാഞ്ചുകൾ മീതയിലാണ്. ഒന്ന് രണ്ടാമത്തെ കാർബണിലും ഒന്ന് മൂന്നാമത്തെ കാർബണിലുമാണ്. രണ്ട് സൈഡിൽ നിന്ന് എണ്ണുമ്പോഴും സെയിം നമ്പറാണ് കിട്ടുന്നത്. അപ്പം ഞാൻ എഴുതുന്നു രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും 2 മീതയിൽ, അതുകൊണ്ട് എഴുതാം ഡൈമീതയിൽ വന്നിട്ടുള്ള 4 കാർബൺ. അപ്പോൾ ബ്യൂട്ടാണ്, സിംഗിൾ ബോണ്ടുകളുള്ള കാർബണാണ്, ബ്യൂട്ടെയിനാണ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. അടുത്തത് ഇതിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിയാൽ അവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും കാർബൺ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ആ കാർബണിനെ നമ്മൾ കൂട്ടണം. അതുകൊണ്ട് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പോൾ എത്തനോയിക് ആസിഡ് എന്ന് പറയാം. എത്തനോയിക് ആസിഡ് എന്ന് വിളിക്കാടാ മക്കളെ. സെറ്റല്ലടാ? ഓക്കെ, റെഡി. ഇനി അടുത്ത് നോക്കണേ. അടുത്തത് ആൽക്കോക്സി ഗ്രൂപ്പാണ്, ഈതർ വിഭാഗത്തിൽപ്പെട്ടവനാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നിട്ട് സാർ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഈതർ ആര് എന്ന് ചോദിച്ചാൽ ഇവൻ എഴുതണം കേട്ടോ. എനിവേ, അപ്പോൾ ചെറുത് ഓക്സി വലുത് എയിൻ നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ? ഓക്കെ, ചെറുത് ഓക്സി വലുത് എയിൻ. ഇവിടെ 2 കാർബണാണ്, ഈ സൈഡ് 3 കാർബണാണ്. അപ്പോൾ ഏതാ ചെറുത്? എത്താണ് ചെറുത്. എത്ത് മീൻസ് 2 കാർബണാണ് ഇവിടെ ചെറുതുള്ളത്. അപ്പോൾ എത്ത് ഓക്സി, വലുതാരാണ്? 3 കാർബണാണ്. അപ്പോൾ പ്രൊപ്പെയിൻ, എത്തോക്സി പ്രൊപ്പെയിൻ എന്ന് എഴുതാം. ഇനി അടുത്തത് ഈ കോമ്പൗണ്ട് ആണ്. ഇതൊരു ആൽക്കൈൻ കോമ്പൗണ്ട് ആണ് അല്ലേ മക്കളെ? 3 കാർബൺ ഉണ്ട്, 1 2 3. അതിലൊരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തിട്ടാൽ മതി? പ്രൊപ്പൈൻ എന്നിട്ടാൽ മതി. അപ്പോൾ ഒരു കുട്ടിക്ക് ഡൗട്ട്, സാറേ പ്രൊപ്പ് 1 ഐൻ എന്നിടണോ? കുഴപ്പമില്ല, കാരണം പ്രൊപ്പ് ആയതുകൊണ്ട് പൊസിഷൻ കൊടുത്താലും കുഴപ്പമില്ല, പൊസിഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നീട് സാറ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പൊസിഷനുകൾ നിർബന്ധം, നിങ്ങൾ പൊസിഷൻ വെച്ച് പഠിച്ചെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, ഡോണ്ട് വറി. ഓക്കെ, ബ്യൂട്ട് മുതൽ പൊസിഷൻ നിർബന്ധമാണ്, അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ, എനിവേ, അപ്പോൾ ഇനി അടുത്ത സാധനമാണ് ഇത്. മോനെ ചിഹ്നം പൊളി. ഇത് കണ്ടാൽ തോന്നും അറിയാത്ത കുട്ടികൾ വേഗം എഴുതും, ബ്യൂട്ടൈനിൽ ആര് വന്നു? പ്രൊപ്പൈൽ വന്നു അല്ലേ? നേരെ പോയ മെയിൻ ചെയിൻ ബ്യൂട്ടൈന്, അതിൽ 3 കാർബണുള്ള ബ്രാഞ്ച് പ്രൊപ്പൈൽ. തെറ്റുവടാ മക്കളെ. നിങ്ങൾ എണ്ണുക 1 2 3 4, നേരെ എണ്ണുക 1 2 3 4 5 6, 6 എണ്ണം ഉണ്ട്. ഇങ്ങനെ എണ്ണുമ്പോൾ മറക്കരുത് 1 2 3 4 5. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇതാണ്, 6 എണ്ണുള്ളത്. ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് കൂട്ടേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ബ്രാഞ്ച് ആരാണ്? ഇതാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. സൂക്ഷിക്കണടാ മക്കളെ. നമ്മൾ കാണുമ്പോൾ ചാടിക്കറി എഴുതി പോവും, പക്ഷെ നന്നായിട്ട് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് മാത്രം നിങ്ങൾ എഴുതുക. അപ്പോൾ ഇനി പറ, ഇതിൽ ഈ കാർബൺ എത്രാമത്തെ കാർബണാ? ഇവിടെ നിന്ന്. അപ്പോൾ ഇത് ഹെക്സൈൻ ആണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ അതിൽ 1 2 3 കാർബണിലാണ് മീതയിൽ ബ്രാഞ്ച് ഉള്ളത്. ഇവിടെ നിന്നുമ്പോൾ 1 2 3 4 കാർബണിലാണ്. അപ്പോൾ ചെറിയ പൊസിഷൻ 3 ആണല്ലോ. 3 കാർബണിൽ മീതൈൽ ബ്രാഞ്ചുള്ള എന്താണടാ? ഹെക്സൈൻ ആണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കടാ. പഠിക്കടാ. ഓക്കെ, റെഡി. ഇനി എന്താ മക്കളെ, ലാസ്റ്റ് ആയിട്ട് സാർ ഇതും കൂടി കഴിഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് മക്കളെ. നിങ്ങൾ ഇന്ന് ലൈവിൽ വന്ന് അടിച്ച് പൊളിച്ച് ആൻസർ ഇങ്ങനെ ചെയ്യുന്നത് സാറിന് കാണണം കേട്ടോ. ഓക്കെ, നോക്ക് മക്കളെ. CH3 CH2 CHOH CH3 എന്താണ്? ഒരു ആൽക്കഹോൾ ആണ്. 2 കാർബണിൽ ഓള് വന്നിട്ടുള്ള അല്ലേ? ഇവിടുന്ന് എണ്ണേണ്ടത്, ഇവിടുന്ന് എണ്ണുമ്പോൾ 3 കാർബണിലാണ് OH ഉള്ളത്. ഇവിടുന്ന് എണ്ണുമ്പോൾ 2 കാർബണിലാണ്. ചെറിയ പൊസിഷൻ 2 ആണല്ലോ. ഒന്നുകിൽ ഡയറക്റ്റ് 2 ബ്യൂട്ടാനോൾ എന്ന് എഴുതാം, അതല്ലെങ്കിൽ ശരിക്കും ബ്യൂട്ടാൻ 2 ഓൾ എന്ന് എഴുതാം. ഏതും എഴുതിയാലും ശരിയാണ്. അടുത്തതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. തെറ്റിദ്ധരിക്കരുത്. ഈ തലയും വാലും കവുങ്ങൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെന്തോ ആണെന്ന്. സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കാർബണെ നോക്കിയാൽ മതി. നിങ്ങൾ കാർബൺ ഉണ്ട്, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ നോക്കുക. അവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നും കാണുന്നില്ല. 3 കാർബൺ ആണ്. സൈക്ലോപ്രൊപ്പാണ്. അതിലൊന്ന് ഡബിൾ ബോണ്ടാണ്, ENE ആണ്. അപ്പോൾ അതിന് ഓരോന്നും വേണ്ട ഹൈഡ്രജൻ ഓയിൽ തലും വാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിച്ചിട്ടു എന്നുള്ളൂ. അപ്പോൾ സൈക്ലിക് ആയിട്ടുള്ള 3 കാർബണുള്ള ഡബിൾ ബോണ്ടുള്ള സാധനം സൈക്ലോപ്രൊപ്പീൻ. അവിടെ നിങ്ങൾ പൊസിഷൻ കൊടുക്കണ്ട. സൈക്ലിക് കോമ്പൗണ്ടിൽ ഒരു ഡബിൾ ബോണ്ടേ വന്നുള്ളെങ്കിൽ, ഒരു ട്രിപ്പിൾ ബോണ്ടോ വന്നുള്ളെങ്കിൽ ഡയറക്റ്റ് ENE YNE എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സൈക്ലോപ്രൊപ്പീൻ. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് 1 2 3 4 5 6 7. എന്തായാലും സാറിന് അറിയാം ഇത് തന്നെയാണ് മെയിൻ ചെയിൻ. മക്കളെ എണ്ണി നോക്കണം കേട്ടോ. എനിവേ, ഇവിടെ ഇതാണ് മെയിൻ ചെയിൻ എങ്കിൽ എത്ര ബ്രാഞ്ച് ഉണ്ട് മക്കളെ? 1 2 3 ബ്രാഞ്ച് ഉണ്ട്. 3 ബ്രാഞ്ച് എവിടേക്കാണ് വന്നത്? പൊസിഷൻ നോക്കണേ. ഇവിടെ നിന്നുമ്പോൾ 1 2 3 വട്ടം, പിന്നെ 4 5 വട്ടം, 6 വട്ടം. അപ്പോൾ നമുക്ക് ഒരു പൊസിഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് 3 5 6 ആണ്. എന്നാൽ അവിടുന്ന് തിരിച്ചെണ്ണി നോക്കിയേ. ഇങ്ങനെ കിട്ടുക 1 2 വട്ടം, 3 വട്ടം, 4 5 വട്ടം. അപ്പോൾ 2 3 5 ആണ് ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നത്. 2 3 5 ഏതാ ചെറുത്? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അല്ലേ? കൂട്ടി നോക്കിയാൽ മതി അല്ലേ മക്കൾ? നോക്കിയേ, 2 3 5 5 5 10, 3 5 8 8 6 14. അപ്പോൾ ഏതാ ചെറുത്? ഈ പൊസിഷൻസ് ആണ് ചെറുത്. അപ്പോൾ അത് തന്നെ എടുക്കണം, നിർബന്ധമാണ്. ഇത് നിങ്ങളോട് നമ്പർ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്പർ ചെയ്യാൻ പറയും ചിലപ്പോൾ. അപ്പോൾ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി നമ്പറിങ്.
അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് അറിയാം എന്താണ്, രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും അഞ്ചാമത്തെ പൊസിഷനിലും 3 മീഥൈൽ വന്നതുകൊണ്ട് ട്രൈമീഥൈൽ എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ വന്നിട്ടുള്ള 7 കാർബണാണ്. അപ്പോൾ ഹെപ്റ്റാണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, ട്രൈമീഥൈൽ ഹെപ്റ്റെയിൻ എന്നാണ്. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് നിങ്ങളുടെ കമൻറ്റ്, വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ അതിനോടൊപ്പം ആൻസർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് നിങ്ങൾ എഴുതുക. തീർച്ചയായിട്ടും ഇന്നത്തെ പബ്ലിക് ലൈവിൽ, ഇന്നത്തെ മാരത്തോണിൽ നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ അത് ഉപകരിക്കുക തന്നെ ചെയ്യും. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ എക്സാമിന് പോകാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊളിക്കാം. എന്തായാലും നാളത്തെ കെമിസ്ട്രി എക്സാം നമ്മൾ ഉഷാറാക്കിയിരിക്കും, ഫുൾ മാർക്ക് നേടിയിരിക്കും. നമ്മൾ സൈലത്തിനോടൊപ്പം നിങ്ങൾ പഠിക്കുക. സോ നമുക്ക് പബ്ലിക് മാരത്തോണിൽ കാണാം. സൈനിങ് ഓഫ്.